ഇന്നത്തെ നമ്മുടെ പഠനത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചതിൻ്റെ തുടർച്ചയെന്നോണം 1 ശമൂവേൽ 31 അധ്യായവും 2 ശമൂവേലിൻ്റെ പുസ്തകം 1 അധ്യായവുമാണ്. അങ്ങനെ 2 അധ്യായങ്ങൾ ഇന്ന് വളരെ ചുരുക്കമായി നമ്മൾ പഠിച്ച് വേഗം അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് 30 അധ്യായത്തിലായിരുന്നു. 30 അധ്യായത്തിൽ ദാവീദ് അമലോക്യരെ തോൽപ്പിക്കുന്നു, അതിൽ ജയിച്ച് തിരിച്ചു വരുന്നു. ദാവീദിൻ്റെ കൂടെ 400 പേരുണ്ടായിരുന്നു. ഈ 400 പേർ ആരാണെന്ന് നമുക്കറിയാം. ജയിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടിയ ഈ കൊള്ള മുതൽ ഞങ്ങൾ ആരുമായിട്ടും ഷെയർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ദാവീദ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ വിജയം നൽകിയത് ദൈവം മാത്രമാണ്, നിങ്ങൾക്കിതിൻ്റെ ഒരു മികവും ഏറ്റെടുക്കാൻ കഴിയില്ല, ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കുക. അതിനുശേഷം ആ കിട്ടിയ നന്മ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദാവീദ് എല്ലാവർക്കും ഷെയർ ചെയ്തു. അപ്പോൾ നമ്മൾ പഠിച്ചു നിർത്തിയത് എന്താണ്? ദൈവം നമുക്ക് നന്മകൾ നൽകുമ്പോൾ അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യണം, എന്നാൽ ദൈവം അതിനെ വർദ്ധിപ്പിച്ച് നമ്മളെ അനുഗ്രഹിക്കും. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന 2 അധ്യായങ്ങൾ, 1 ശമൂവേലിൻ്റെ പുസ്തകം 31 അധ്യായം. ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത് ശൗലിൻ്റെ ഒടുവിലത്തെ നിമിഷങ്ങളാണ്. ശൗൽ രാജാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങൾ. രണ്ടാമത് ശൗലിൻ്റെ ഒടുവിലത്തെ യുദ്ധം. ഈ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഏതൊക്കെയാണ്? 1, ശൗലിൻ്റെ അന്ത്യനിമിഷങ്ങൾ, ശൗൽ ചെയ്ത ഒടുവിലത്തെ യുദ്ധം. ഈ 2 കാര്യങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ആരോടാണ് ശൗൽ യുദ്ധത്തിന് പോകുന്നത്? ഫെലിസ്ത്യരോടാണ്. ഫെലിസ്ത്യരോട് യുദ്ധത്തിന് പോയി. എവിടെ വെച്ചാണ് അവർ യുദ്ധം ചെയ്യുന്നത്? ഏത് സ്ഥലത്തെത്തിയാണ്? ഗിൽബോവ എന്ന പർവ്വതഗിരികളിൽ അവർ യുദ്ധത്തിന് വേണ്ടി നിന്നു. അങ്ങനെ ഗിൽബോവ പർവ്വതത്തിൽ ശൗലും കൂടെയുള്ള ഇസ്രായേൽ സൈന്യവും മറുഭാഗത്ത് ഫെലിസ്ത്യരുടെ സൈന്യവും യുദ്ധത്തിന് നിൽക്കുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം, ദാവീദ് സിക്ലാഗ് ആക്രമിച്ച് അവിടെ നിന്ന് തൻ്റെ ഭാര്യമാരെയും ജനത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെയും പിടിച്ചുകൊണ്ട് പോയ അമലോക്യരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ദാവീദ് യുദ്ധം ജയിച്ചു. എന്നാൽ തൊട്ടടുത്ത അധ്യായത്തിൽ ശൗൽ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുന്നു. പരാജയം ചെയ്യപ്പെടുന്നത് യുദ്ധം ചെയ്തല്ല പരാജയപ്പെടുന്നത്, ആയുധം വച്ച് കീഴടങ്ങേണ്ടി വരികയാണ്. കാരണം അതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. ദൈവ സാന്നിധ്യം ശൗലിനോട് കൂടെ ഇല്ലായിരുന്നു എന്നതാണ് അതിന് കാരണം. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് ഈ ലോകമെന്ന് പറയുന്നത് ഒരു യുദ്ധക്കളമാണ്. ഈ ലോകത്തിൽ നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ നമുക്ക് മുന്നിൽ വരും. ഈ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാനായി ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ ദൈവം അതിനുള്ള വഴികൾ നമുക്ക് തുറന്നു തരികയുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ വെറുതെ യുദ്ധം ചെയ്യേണ്ടി വരും. ആ യുദ്ധത്തിൻ്റെ ഒടുവിൽ പരാജയം മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. യുദ്ധം എങ്ങനെ ചെയ്യണം, യുദ്ധതന്ത്രം എങ്ങനെയായിരിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടണം, ഈ പ്രശ്നത്തിൻ്റെ മേൽ എങ്ങനെ നിങ്ങൾക്ക് ജയം കിട്ടും, ഇതെല്ലാം പറഞ്ഞു തരാൻ കഴിയുന്നത് സർവ്വശക്തനായ ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് നമ്മളോട് ദൈവം പറയാനായി ആഗ്രഹിക്കുന്ന കാര്യം, ഈ ലോകത്ത് നമുക്ക് മുന്നോട്ട് ജയത്തോടെ പോകണമെന്നുണ്ട് എങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായി ശ്രമിച്ചാൽ മാത്രമേ ശാശ്വതമായ പ്രശ്നപരിഹാരം നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ദാവീദിന് പ്രശ്നത്തിന് പരിഹാരം കിട്ടിയതും ശൗലിന് പ്രശ്നത്തിന് പരിഹാരം കിട്ടാതെ പോയതും. അവിടെ നമ്മൾ വായിക്കുന്നത് 31 അധ്യായത്തിൽ ശൗലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മക്കൾ, ഇവരെ എല്ലാവരെയും ഫെലിസ്ത്യർ കൊന്ന വാർത്ത കേൾക്കുകയാണ്. 2 വാക്യത്തിൽ വായിക്കാം. ഫെലിസ്ത്യർ ശൗലിൻ്റെ പുത്രന്മാരായ ആരൊക്കെയാണ്? യോനാഥാൻ, അബീനാദാബ്, മെൽക്കീശുവ എന്നിവരെ കൊന്നു. അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണവാർത്ത കേൾക്കുകയാണ്. അപ്പനായ ശൗൽ ജീവനോടെയുണ്ട്, അദ്ദേഹം ഇപ്പോഴും രാജാവാണ്. അപ്പൻ അധികാരത്തിലിരിക്കുമ്പോൾ, അപ്പൻ എല്ലാ പ്രാപ്തിയും ഉള്ളപ്പോൾ മക്കൾ എല്ലാ നഷ്ടപ്പെട്ടു പോയ വാർത്ത കേൾക്കേണ്ടി വരികയാണ്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാതാപിതാക്കൾ നല്ല രീതിയിൽ ജീവിച്ചില്ല എങ്കിൽ അതിൻ്റെ ഫലം അവർ ജീവിക്കുമ്പോൾ തന്നെ മക്കൾക്ക് വരുന്നത് കാണേണ്ടതായിട്ട് വരും. മനസ്സിലായോ? മാതാപിതാക്കൾ തങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ദൈവം പറയുന്ന ആലോചനയ്ക്കനുസരിച്ച് വിധേയപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ
മക്കൾക്ക് വരുന്ന സങ്കടങ്ങൾ കാരണം മരിക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ ധാരാളമുണ്ട്. ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ നശിച്ചു പോകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ? നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ല. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമായില്ല. നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ട് എങ്കിൽ മാതാപിതാക്കൾ ദൈവിക ആലോചന പ്രകാരം മുന്നോട്ട് പോകണം. ശൗലിന് നല്ല ദൈവവുമായുള്ള ബന്ധം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ദൈവത്തോട് എപ്പോഴാണോ തെറ്റി തുടങ്ങിയത്, ആ തെറ്റൽ വന്നെത്തുന്നത് കണ്ണിൻ്റെ മുമ്പിൽ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന ദാരുണമായ സങ്കട വാർത്ത കേൾക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ്. നമ്മൾ ഓർക്കേണ്ട, ഒത്തിരി കുടുംബങ്ങളിൽ വളരെ സങ്കടത്തോടുകൂടി ജീവിക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ ഇന്നുണ്ട്. വളരെ സങ്കടത്തോടെ. ആരെ ചൊല്ലിയാണ് പേടിക്കുന്നത്, സങ്കടപ്പെടുന്നത്? മക്കൾക്കുണ്ടാകുന്ന വേദനകൾ കാരണം സങ്കടപ്പെടുന്ന ധാരാളം അമ്മമാരും അപ്പന്മാരും ഉണ്ട്, അല്ലേ? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം മക്കളല്ല. ആരാണ്? മാതാപിതാക്കളാണ്. മക്കളല്ല. ആരാണ്? മാതാപിതാക്കളാണ്. മക്കളിലൂടെ മാതാപിതാക്കളിലേക്ക് ശാപം വരില്ല. അത് നിങ്ങൾ ഓർത്തോളണം. മക്കളിലൂടെ എങ്ങോട്ട് ശാപം വരില്ല? മാതാപിതാക്കളിലോട്ട് ശാപം കടന്നു വരില്ല. പക്ഷേ മക്കളിലോട്ട് ആര് വഴി ശാപം കടന്നു വരും? മാതാപിതാക്കളിലൂടെ ശാപങ്ങൾ കടന്നു വരാം. അതിന് പറയുന്ന പേരാണ് ജനറേഷണൽ കേഴ്സ് എന്ന് പറയും. മാതാപിതാക്കൾ ചെയ്ത പാപങ്ങൾ, മാതാപിതാക്കൾ ചെയ്ത തെറ്റുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ആരായിരിക്കും? മക്കളായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ മരണത്തിനോട് അടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അമ്മമാരോടാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്തോളണം, മറന്നു പോകരുത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ വിശ്വസ്തരായി അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ ജീവിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വീഴ്ചകൾ കാരണം, നിങ്ങളുടെ മക്കളുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ കണ്ട് നിങ്ങൾ മരിച്ച് ഈ ലോകത്ത് ജീവിക്കേണ്ടതായിട്ട് വരും. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ശാപങ്ങൾ കൂടുതലും കടന്നു വരുന്നത് ജനറേഷനിലാണ്, തലമുറകളിലൂടെയാണ്. മാതാപിതാക്കളിലൂടെയോ പല തലമുറകൾ മുമ്പോ നിലനിന്ന ശാപങ്ങൾ മക്കളിലേക്ക് കയറി വരും. ചില ശാപങ്ങളൊക്കെ 3-4 തലമുറകൾ വരെ ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ അതിന് കറക്റ്റ് ഡെലിവറൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആ കുടുംബങ്ങളിൽ കിടന്ന് ഇങ്ങനെ മുന്നോട്ട് പോകും. മക്കൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല. പ്രധാനമായിട്ടും തടഞ്ഞു വയ്ക്കുക എന്ന് പറഞ്ഞാൽ മക്കളുടെ കുടുംബജീവിതത്തെ ആയിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത്. കാരണം അടുത്ത ജനറേഷനിലോട്ട് ഇത് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കുക, യോനാഥാനെ ആ തലമുറ വെച്ച് തന്നെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. യോനാഥാൻ ഇല്ല. ഏറ്റവും ഒടുവിൽ യോനാഥാൻ്റെ ഒരു കുഞ്ഞിനെ നമ്മൾ പരിചയപ്പെടും. ആരാണത്? മെഫീബോശത്ത്. ആ കുടുംബത്തിൽ, ശൗലിൻ്റെ കുടുംബത്തിൽ ഒരാൾ മാത്രമാണ് ശേഷിക്കുന്നത്. അയാളുടെ പേര് മെഫീബോശത്ത് എന്നൊരു ആൾ. അയാൾക്കാണെങ്കിലോ മുടന്തുവാണ്. മനസ്സിലായോ? ആരോഗ്യമുള്ള, നല്ല ആരോഗ്യ ദൃഢഗാത്രരായ ഒരൊറ്റ മനുഷ്യർ പോലും രാജസിംഹാസനത്തിലിരുന്ന ദാവീദിൻ്റെ തലമുറയിൽ ഇല്ല, അല്ലെങ്കിൽ കീശിൻ്റെ തലമുറയിൽ പിന്നീട് ഇല്ല. എന്തുകൊണ്ടിത് സംഭവിച്ചു? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടിത് സംഭവിച്ചു? നല്ല രീതിയിൽ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തെ ദൈവം വിളിച്ചു കൊണ്ടുവന്ന്, നീയാണ് ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവ്, നീ എൻ്റെ കൽപ്പനകൾ പ്രമാണം ജീവിച്ചു കഴിഞ്ഞാൽ, നീ എൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞാണ് ദൈവം ആ കുടുംബത്തെ കൊണ്ടുവന്നത്. ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് ഓരോ കുടുംബത്തെയും ദൈവത്തിന് അനുഗ്രഹിക്കാൻ എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. മറന്നു പോകരുത്. എല്ലാ കുടുംബങ്ങളെയും ദൈവം വിളിക്കുന്നത് ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ മാനിച്ച്, ദൈവശബ്ദം കേട്ട് ദൈവിക അനുഗ്രഹങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ്. എന്നാൽ പല കുടുംബങ്ങളിലും ആ അനുഗ്രഹങ്ങൾ കിട്ടാതെ തലമുറകൾ നശിക്കുന്നതിനുള്ളൊരു കാരണം മാതാപിതാക്കളിൽ നിലനിൽക്കുന്ന പാപങ്ങളാണ്. പല പാപങ്ങൾ കാണും, പല പാപങ്ങൾ. ആ പാപങ്ങൾ ഏതാണെന്ന് ഈ നാളുകളിൽ ദൈവത്തോട് ചോദിക്കണം. ഈ പാപങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന കാലത്തോളം മക്കളുടെ ജീവിതം എന്ത് ചെയ്തില്ല? മക്കളുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അതിൻ്റെ മേൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് ആ പാപങ്ങൾക്ക് പരിഹാരം തേടണമെന്ന് പറയുന്നതിനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ ആര് ജീവനോടെയുണ്ട്? ശൗൽ ജീവനോടെയുണ്ട്. പക്ഷേ ശൗൽ കേൾക്കുന്ന വാർത്ത, എൻ്റെ മക്കളെല്ലാവരും മരിച്ചുപോയി. അപ്പോൾ വളരെ സങ്കടമാണ്. ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നാൽ ഇത് കേട്ടപ്പോൾ ശൗൽ
സങ്കടപ്പെടുന്നു. അവൻ ഏറ്റവും വിഷമത്തിലായി. 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ ഏറ്റവും വിഷമത്തിലായി. എന്തൊക്കെയാണ് അവൻ്റെ വിഷമത്തിനുള്ള കാരണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒന്ന് മക്കളുടെ മരണം, രണ്ടാമത്തത് അവനെതിരെ ശത്രുക്കൾ മുറവിളി കൂട്ടുന്നു, ഒരു വശത്ത് ശത്രുക്കൾ, പിന്നെയോ വില്ലാളികൾ അവനിൽ ദൃഷ്ടി വയ്ക്കുന്നു. എല്ലാവരും ആരെ മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത്? ശൗലിനെ മാത്രമാണ്. മൂന്നാമത്തെ കാര്യം, അവൻ്റെ ജീവിതത്തിൽ സമാധാനമെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ശൗല് തകരാനുള്ള കാരണം എന്താണ്? ശൗലിന് വിഷമം വരാനുള്ള കാരണം എന്താണ്? ശൗലിന് വിഷമം വരാനുള്ള കാരണം, ഒന്ന് ശൗലിൻ്റെ മക്കൾ എല്ലാവരും പോയി. പിന്നെയോ ശൗലിൻ്റെ നേരെ പടയിൽ യുദ്ധത്തിൽ എല്ലാവരും ശൗലിനെതിരെ വരുന്നു, എല്ലാവരും അവൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തി അകന്നു പോയി കഴിഞ്ഞാൽ അവൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ദൃഷ്ടി മാറിപ്പോകും. നിങ്ങളത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ വചനം പറയുന്നുണ്ട്, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു വ്യക്തിക്കും ഒരു മനുഷ്യനും ഒരു ശക്തിക്കും അവനെ തൊടാൻ പറ്റത്തില്ല. അത് യഹോവയുടെ ദൃഷ്ടി അവൻ്റെ മക്കളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ ദൈവത്തിൽ നിന്ന് നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് കിട്ടേണ്ട സംരക്ഷണം കിട്ടാതെ വരും. അപ്പോൾ ആരതിൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കും? ശത്രുക്കൾ അതിൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് എപ്പോഴും ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ടുള്ള ദൃഷ്ടികൾ കൊണ്ടുള്ള പരിപാലനം എപ്പോഴും ഉണ്ടായിരിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, മുൻപും പിൻപും ദൈവം കാവലായിട്ടുണ്ടായിരിക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തി അകലുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നുകൂടെയാണ് ആ മനുഷ്യൻ അകലുന്നത്. ആ സമയത്താണ് അവൻ്റെ മേൽ ശത്രു ദൃഷ്ടി വയ്ക്കുന്നത്. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ശത്രുവിൻ്റെ ദൃഷ്ടി ദൈവത്തിൻ്റെ ദൃഷ്ടിയാൽ മറയപ്പെടും. അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് നമ്മളെ ശത്രു ആക്രമിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കാരണം ശത്രു നിങ്ങളെ തകർക്കാനായി ശ്രമിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നമ്മൾ മാറിയാൽ ആരുടെ ദൃഷ്ടി നമ്മുടെ മേൽ വരും? ശത്രുവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ വരും. വളരെ ലളിതമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു തരാം. ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ ആരാണ്? നമ്മൾ സേഫാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലിരുന്നാൽ നമ്മൾ സേഫാണ്. ദൈവം പറഞ്ഞത് കേൾക്കാതെ മാറിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ നിന്ന് മാറും. അപ്പോൾ നമ്മുടെ മേൽ ആര് ദൃഷ്ടി വയ്ക്കും? ശത്രു ദൃഷ്ടി വയ്ക്കും. അവൻ നമ്മളെ ആക്രമിക്കും. ശൗലിന് സംഭവിക്കുന്നത് അതാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അവൻ മാറി, അപ്പോൾ ശത്രു അവൻ്റെ മേൽ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് വരികയാണ്. അപ്പം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ നോട്ടത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയോ? ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മാറിപ്പോയോ? ദൈവത്തിന് അരുതാത്ത എന്തെങ്കിലും ഞാൻ ചെയ്തു പോയോ? ദൈവത്തിൻ്റെ ദൃഷ്ടി, ദൈവം നോക്കിയാൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തു പോയോ? ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്തോളണം? ഏറ്റു പറഞ്ഞ്, ദൈവമേ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റി, നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മാറിപ്പോയി, നിൻ്റെ ഹിതം വിട്ട് ഞാൻ മാറിപ്പോയി, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തില്ല, നിൻ്റെ ദൃഷ്ടി കൊണ്ട് ശരിയല്ലാത്തതെന്ന് പറഞ്ഞത് അത് ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം. ഇത്രയും പറഞ്ഞ് ഉടനെ തിരിച്ച് കയറിക്കൊള്ളണം. സമയം വിട്ടുകൊടുക്കരുത്. എത്രയും വേഗം എന്ത് ചെയ്യണം? ആ പ്രൊട്ടക്ഷനിലോട്ട്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിലേക്ക്, തിരിച്ച് ഫോക്കസിലേക്ക് വന്ന് കയറണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയമാണ് ശത്രു നമ്മളെ ആക്രമിക്കാൻ നമ്മുടെ മേൽ ദൃഷ്ടി വയ്ക്കുന്നത്. ദൈവത്തോട് ചേർന്നിരുന്ന ഒരു നേട്ടമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയും, അവൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച്, ബാക്കി നിങ്ങൾ പറയണം, എന്ത് പറഞ്ഞു തരും? ആലോചന പറഞ്ഞു തരും. എല്ലാ കാര്യങ്ങളിലും, ചെറുതായിട്ടുള്ള കാര്യങ്ങളിൽ മുതൽ ഏറ്റവും വലിയ സീരിയസ് മാറ്റേഴ്സിൽ വരെ ദൈവം നിങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ മകന്, എൻ്റെ മകൾക്ക് എന്താണ് വേണ്ടത്? ആലോചനകൾ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ഇങ്ങോട്ട് പോകുക, അങ്ങോട്ട് പോകുക, ഈ കാര്യം ചെയ്യുക, അത് വേണ്ട, ഇത് മാറ്റിവെക്കുക, ഇത് നല്ലതാണ്, ഇന്ന് ഇത് ചെയ്യണം, നാളെ അത് ചെയ്യണ്ട, ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരും. എപ്പോൾ? ദൈവത്തിൻ്റെ ദൃഷ്ടി ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ മേൽ ഇരുന്ന് കഴിഞ്ഞാൽ. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് കിട്ടില്ല? ദൃഷ്ടി മാറിക്കഴിഞ്ഞാൽ ആലോചന കിട്ടില്ല. ശൗലിന് ഇപ്പോൾ ആലോചന ഉണ്ടോ? ഇല്ല. വെളിച്ചപ്പാടത്തിയുടെ അടുത്ത് പോയി ആലോചന കിട്ടിയോ? ഇല്ല. നമ്മൾ ഓർക്കണം, ദൈവദൃഷ്ടി നമ്മളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ദൈവിക ആലോചനകൾ കിട്ടാതെ വരും. ആ സമയത്ത് ആര് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും? ശത്രു നിങ്ങളെ
ആക്രമിക്കും. അങ്ങനെ ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് എപ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ദൈവ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ നമ്മൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കണം. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളുമായി നമുക്ക് നല്ല ബന്ധം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ പള്ളിയൊക്കെ തുറന്നിട്ടിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ വരണമെന്ന് പറയുന്നത്. രണ്ടാമത്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രയർ, സ്ഥിരതയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ദൃഷ്ടി ആരുടെ മേലിരിക്കും? ദൈവത്തിൻ്റെ മേലിരിക്കും. ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്ത് ദൈവം ഉന്നതത്തിൽ വസിക്കുന്നു എന്നതാണ് വിശ്വാസം. മോശ ദൈവത്തെ കാണാൻ പോയത് എവിടെയായിരുന്നു? പർവ്വതത്തിൽ. അപ്പോൾ വിശ്വാസം എങ്ങനെയാണ്? ആ സമയത്ത് സ്വർഗത്തെക്കുറിച്ചുള്ള വലിയ പരാമർശമില്ല. പഴയ നിയമത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ പഴയ നിയമത്തിലെ പ്രധാന പരാമർശം ദൈവം ഉന്നതത്തിൽ വസിക്കുന്നു, പർവ്വതത്തിൽ വസിക്കുന്നു. അപ്പോൾ പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തെ നോക്കുമ്പോൾ ദൈവം നമ്മളെയും നോക്കും. നമ്മൾ ദൈവത്തോട് ചേർന്ന് വരാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ വയ്ക്കും. പുതിയ നിയമത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ ദൃഷ്ടി കിട്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരാളുണ്ട്. പറഞ്ഞു തരാമോ? ഒരു വ്യക്തി, യേശു ഇങ്ങനെ നടന്നു പോകുന്നു. സക്കായി. വെരി ഗുഡ്. അപ്പോൾ സക്കായിയുടെ ജീവിതം നിങ്ങൾ നോക്കി. ഞാൻ പറഞ്ഞ ഈ കാര്യം അതിനകത്തുണ്ട്. സക്കായിയുടെ ഹൃദയത്തിൽ യേശുവിനോട് ചേർന്ന് വരുവാൻ, യേശുവിൻ്റെ ആലോചന കിട്ടാനായി അവൻ ആഗ്രഹിച്ച് അവനങ്ങനെ ഒരു മരത്തിൽ കയറി. യേശു വന്നിട്ട് യേശുവിൻ്റെ ദൃഷ്ടി അവൻ്റെ മേൽ വെച്ചു. ആലോചന പറഞ്ഞു കൊടുത്തോ? എന്താണ് അവന് പറഞ്ഞു കൊടുത്ത ആലോചന? നിനക്ക് നിൻ്റെ കുടുംബം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം, ചതിവായി വാങ്ങിയതെല്ലാം നീ മടക്കി കൊടുത്ത് നീ അബ്രഹാമിൻ്റെ മകനായി മാറ്റപ്പെട്ടതുകൊണ്ട് നിൻ്റെ ജീവിതം സേഫാണ്, തിരിച്ചു വരിക, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് വസിക്കുമെന്ന് പറയുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ ദൃഷ്ടി കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നലെ വരെ ഇല്ലാത്ത ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇന്നലെ വരെ അവൻ ചതിവായി വാങ്ങി, പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടി അവൻ്റെ മേൽ വന്നപ്പോൾ, ദൈവം അവനെ നോക്കിയപ്പോൾ, ദൈവം അവനെ കണ്ടപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ഇന്നലെ ജീവിച്ചതുപോലെ ഇന്ന് ജീവിക്കില്ല, ഇനി ജീവിക്കില്ല, എനിക്കതിന് കഴിയില്ല, ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേൽ വരുമ്പോൾ എല്ലാ ആലോചനയും ദൈവം പറഞ്ഞു തരും. സക്കായി ദൈവത്തിൻ്റെ ആലോചന പോലെയാണ് പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കതിന് കഴിയണം. അതിന് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടാനായിട്ട് പാടില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ ഇതുവരെ പറഞ്ഞത്. ഒന്ന്, ശൗൽ തൻ്റെ ജീവിതത്തിലുള്ള ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടത് കാരണം അദ്ദേഹത്തിൻ്റെ മക്കളുടെ വേർപാട് കേൾക്കാനായി ഇടവന്നു. നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ജീവിതത്തിലെ ചില പാപങ്ങൾ മക്കളുടെ ജീവിതത്തിൻ്റെ നാശത്തിന് കാരണമാകും. അതുകൊണ്ട് മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിലെ പാപങ്ങൾ കൊണ്ട് വിമുക്തരായാൽ, ദൈവാലോചന പ്രകാരം ജീവിച്ചാൽ ആരനുഗ്രഹിക്കപ്പെടും? മക്കൾ അനുഗ്രഹിക്കപ്പെടും. രണ്ടാമത് പറഞ്ഞത്, ശൗൽ പൂർണ്ണമായിട്ടും വിഷമത്തിലായി. എല്ലാ ശത്രുക്കളുടെയും ദൃഷ്ടി അവൻ്റെ മേൽ പതിഞ്ഞു. എപ്പോഴാണ് ശത്രുവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിയുന്നത്? ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നമ്മൾ മാറുമ്പോഴും, ദൈവം നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരാതിരിക്കുമ്പോഴും. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ ദൃഷ്ടിക്കുള്ളിൽ എപ്പോഴും നിൽക്കുകയും വേണം, ദൈവിക ആലോചന കേൾക്കുകയും വേണം. ഇത്രയും മനസ്സിലായല്ലോ? ശരി, അപ്പം നമ്മൾ ബാക്കി ഭാഗത്തോട്ട് പോകാം. അടുത്ത് ഇത് വന്നപ്പോൾ അവൻ എന്തു വന്നു? മരണഭയം വന്നു. അവൻ പറയുകയാണ്, ശത്രുക്കൾ വന്ന് എന്നെ കൊല്ലുന്നതിനേക്കാളും ആയുധവാഹകനോട് പറഞ്ഞു, നീ എന്നെ കൊല്ലണം. അദ്ദേഹം പറഞ്ഞു, എനിക്കതിന് സാധിക്കുകയില്ല. കാരണം അവന് ഭയമായിരുന്നു. അതുകൊണ്ട് അവൻ വാൾ പിടിച്ച് വാളിന്മേൽ വീണു. അങ്ങനെ ശൗൽ മരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ശൗൽ മരിച്ചു. ഇനി ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ വാക്യം മനസ്സിലൊന്ന് സൂക്ഷിക്കണം. ശൗൽ മരിച്ചു. എത്രാമത്തെ വാക്യമാണ്? 5-ാമത്തെ വാക്യം. ശൗൽ മരിച്ചു എന്ന് അവൻ്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ അവനും അതുപോലെ വീണ് മരിച്ചു. അപ്പോൾ ഇനി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലത്തോട്ട് ഫെലിസ്ത്യർ വന്നു. ഫെലിസ്ത്യർ വന്നതിന് ശേഷം ഇവർ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് 9-ാമത്തെ വാക്യത്തിൽ അവർ അവൻ്റെ തല വെട്ടി ആയുധവർഗം അഴിച്ചെടുത്ത് വിഗ്രഹങ്ങൾ ക്ഷേത്രങ്ങളിലും പിന്നെ പലയിടങ്ങളിലായിട്ട് കൊണ്ടുപോയി. ഇതൊക്കെ കൊണ്ടുപോയി അസ്തോരത്ത് എന്ന ക്ഷേത്രത്തിൽ വെച്ചു. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു വന്നു, അസ്തോരത്തിൻ്റെ ഓർമ്മയുണ്ടോ? ഫെലിസ്ത്യരുടെ പല സ്ഥലങ്ങളിലുള്ള 5 പട്ടണങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നായിരുന്നു. ശരി, ഇനി അടുത്ത് നമ്മൾ താഴോട്ട് നോക്കിയാൽ
11-ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ ഇവരുടെ ശരീരം കൊണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ തൂക്കിയിട്ടു. യാബേഷ് എന്ന സ്ഥലത്ത് ഉള്ള ആൾക്കാർ അവർ വന്നിട്ട് രാത്രിയിൽ ഇവരുടെ ശരീരമെല്ലാം എടുത്ത് അതിനെ ദഹിപ്പിച്ച് അസ്ഥികളെടുത്ത് പിജുല വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. അപ്പോൾ ഇത്രയുമാണ് ആ അധ്യായത്തിൽ ഉള്ളത്. ഇനി നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് പോവുകയാണ്. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദാവീദിൻ്റെ വിജയമാണ്. വിജയിച്ചു വന്ന ദാവീദ്, വിജയിച്ചതിന് ശേഷം ദാവീദ് അമാലേക്യരെ തോൽപ്പിച്ചിട്ട് ഏത് സ്ഥലത്തെത്തി കാണും? സിക്ലാഗിൽ എത്തി. എത്ര ദിവസം അവിടെ താമസിച്ചു? 2 ദിവസം അവിടെ താമസിച്ചു. 3-ാമത്തെ ദിവസമായപ്പോൾ ഒരു മനുഷ്യൻ ദാവീദിൻ്റെ അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യുദ്ധത്തിൽ ശൗലും അവൻ്റെ മക്കളും കൂടെയുള്ള എല്ലാവരും മരിച്ചുപോയി. ഈ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഓടി വന്നത് എന്ന് പറഞ്ഞു. 5-ാമത്തെ വാക്യത്തിൽ അവൻ ചോദിച്ചു, നീ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിച്ചു. ഇനി ഈ കാര്യം പറയുന്നതും നേരത്തെ ശൗൽ മരിച്ചുവെന്ന് പറയുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ചോദിച്ചു, എങ്ങനെയാണ് കൊന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ വരുമ്പോൾ ശൗൽ തൻ്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നതും തേരും കുതിരപ്പടയും അവനെ തുടർന്നടുക്കുന്നതും കണ്ടു. തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ശൗൽ ഏതിൻ്റെ മേൽ വീണ് മരിച്ചു എന്നതാണ്? വാളിൻ്റെ മേൽ വീണ് മരിച്ചു എന്നതാണ്, അല്ലേ? ഇവിടെ ഈ മനുഷ്യൻ വന്ന് പറയുന്നത് എന്താണ്? കുന്തത്തിൻ്റെ മേൽ വന്ന് വീണ് മരിച്ചു എന്നാണ്. ഇനി നിങ്ങൾ ഓരോന്നായിട്ട് വായിക്കണം. കുന്തത്തിൻ്റെ മേൽ ചാരി നിൽക്കുന്നത് കണ്ടു. അവൻ പുറകോട്ട് നോക്കി എന്നെ വിളിച്ചു. അടിയനിതാ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. നീ ആരെന്ന് ചോദിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, ഞാനൊരു അമലോക്യൻ എന്നവൻ ഉത്തരം പറഞ്ഞു. നീ അടുത്ത് വന്ന് എന്നെ കൊല്ലണം എന്നവൻ പറഞ്ഞു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എന്തേ? കണ്ട കാര്യമല്ല പറഞ്ഞത്. വെരി ഗുഡ്. കണ്ട കാര്യമല്ല പറഞ്ഞത്. പിന്നെ ചില ആൾക്കാരിങ്ങനെയാണ്, കണ്ട കാര്യം എന്ത് ചെയ്യില്ല, പറയില്ല. ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്ന കാര്യം എന്തു ചെയ്യും? പറയും. കണ്ട കാര്യം, യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം എന്തായിരുന്നു? സ്വയം വാളിൻ്റെ മേൽ വീണ് മരിച്ചു. ഇത് കണ്ടിട്ട് മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ശൗലിൻ്റെ ഭൃത്യനും മരിച്ചത്. എന്നാൽ ഇവിടെ മറ്റൊരു അമലോക്യൻ, ഒരു ദാസൻ, അവൻ വന്ന് പറയുകയാണ്, ഞാനാണ് അവനെ കൊന്നത്. അവൻ എന്നോട് പറഞ്ഞു അവനെ കൊല്ലണമെന്ന്, അതുകൊണ്ട് ഞാൻ അവനെ കൊന്നു. ഇവൻ കരുതിയത് ഇത് കേൾക്കുമ്പോൾ ദാവീദിന് അവനോട് ഒരു സിമ്പതി തോന്നും. ദാവീദ് സിക്ലാഗിൽ എത്തുന്നതിന് മുമ്പ് അമലോക്യരെ എല്ലാം ആക്രമിച്ച് കൊന്നിട്ടാണ് വന്നത്. ഇവന് നല്ലൊരു പൊസിഷൻ കൊടുക്കും, ഇവനെ മാനിക്കും. ദാവീദിൻ്റെ ശത്രുവാണല്ലോ ശൗൽ. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു ആരായിട്ട് മാറും? മിത്രമായിട്ട് മാറും. ആ പരിപാടി ദൈവസന്നിധിയിൽ നടക്കില്ല. മനസ്സിലായോ? അതാണ് ഇവിടെ ദാവീദ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഒരു കാര്യം നടക്കുമ്പോൾ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കയ്യിലുള്ളതും കൂടെ എന്തു ചെയ്യും? കയ്യിൽ നിന്ന് പോകും. ഇപ്പോൾ ഒരു പ്രശ്നമാണ്, വലിയൊരു പ്രശ്നമാണ്, ഒരു രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. രാജാവാണ് മരിച്ചത്. അപ്പോൾ രാജാവ് മരിച്ചപ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കെ ഞാനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് മറ്റൊരാൾക്കും അവകാശം ഇല്ല. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ കാര്യങ്ങൾ മറ്റു രീതിയിൽ പറയാനായിട്ടും ദൈവം നമ്മളോട് അനുവാദം നൽകിയിട്ടില്ല. ഇതിൽ വലിയൊരു ആത്മീയ അർത്ഥമുണ്ട്. കാര്യങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ ഷെയർ ചെയ്തില്ല എങ്കിൽ ഷെയർ ചെയ്യുന്നവന് എന്ത് വരും? പ്രശ്നം വരും. അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിച്ചോളണം. അതുകൊണ്ടാണ് പിന്നീട് ലേഖനത്തിൽ നമ്മളെ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കും, കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? സംസാരിക്കാൻ. ഇല്ലെങ്കിൽ ഉവ്വെന്ന് അല്ല എന്ന് മാത്രമേ സംസാരിക്കാവൂ. കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞു വേണം സംസാരിക്കാൻ. 2, സംസാരിക്കുന്നത് ആരോടെന്ന് കൂടെ അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. മനസ്സിലായോ? 1, കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിട്ടേ സംസാരിക്കാവൂ. പിന്നെ ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവാണ്. ആളും തരവും നോക്കി വേണം സംസാരിക്കാൻ. അത് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം. അപ്പം പലരുടെയും ജീവിതത്തിൽ, പലരുടെയും ലൈഫിൽ വീഴ്ച ഉണ്ടാകുന്നുള്ള ഒരു കാരണം എന്താണെന്നറിയാമോ? മറ്റുള്ളവർക്ക് ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ ആ ഗ്യാപ്പ് മുതലാക്കി അതിലൂടെ ആ ഒരു കസേര ഉറപ്പിക്കാനായി, ഞാൻ നല്ല ആളാണെന്ന് പറയാനായി ശ്രമിക്കും. ദൈവം അതെന്ത് ചെയ്യുന്നില്ല? ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? ദൈവം അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല.
സത്യം നടന്നത്, കണ്ടത്, കേട്ടത് അതുപോലെ പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ഇല്ലെന്നുണ്ട് എങ്കിൽ ഇത് പറയുന്ന ആളിന് എന്ത് വരും? പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് അമലോക്യനെ എന്ത് ചെയ്തു ദാവീദ് പറഞ്ഞു, നീ ആരാണ്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാനൊരു പരദേശിയാണ്, ഞാനൊരു മറ്റൊരു സ്ഥലത്തു നിന്ന് വരുന്ന ആളാണ്. 13-ാമത്തെ വാക്യം, ഞാൻ അന്യജാതിക്കാരൻ്റെ മകനാണ്, അമലോക്യനാണ് എന്ന് പറഞ്ഞു. ദാവീദ് അവിടെ പറഞ്ഞു, ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ മേൽ വാളോങ്ങുവാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, അവനെ വെട്ടിക്കളയാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിൽ വലിയൊരു ആത്മീയ അർത്ഥമുണ്ട്. അർത്ഥമെന്ന് പറയുന്നത്, നമ്മൾ ഏത് കാര്യമായിരുന്നാലും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പറയേണ്ടതെങ്കിൽ മാത്രമേ പറയാവൂ. മനസ്സിലായോ? ഈ ചില ആൾക്കാരുണ്ടല്ലോ, പൊടിപ്പും തൊണ്ടലും ഒക്കെ ചേർത്ത് പറയും. അപ്പം നമ്മൾ വിചാരിക്കും പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന്. നേരായ കാര്യം, കണ്ട കാര്യം, ബോധ്യമുള്ള കാര്യം 100% നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പറയാനായിട്ട് പാടുള്ളൂ. ഇനി പറയുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മസാല കൂടെയൊക്കെ ചേർത്ത് നമ്മൾ പറയും. ഇപ്പോൾ കേട്ട കാര്യം ഒന്നായിരിക്കും, നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയും. അതെന്തിന് കാരണമായിട്ട് മാറും? അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറത്തില്ല. പകരം എന്തിന് കാരണമായിട്ട് മാറും? നാശമെന്ന് പറഞ്ഞാലും പറ്റത്തില്ല. എന്ത് നാശമാണ്? സർവനാശത്തിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, സ്വന്തം നാവ് അവർക്ക് നാശഹേതുവായി തീർന്നു. ഏതാണ്? സ്വന്തം നാവ് അവർക്ക് നാശഹേതുവായി തീർന്നു. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? വളരെ കൃത്യത ഉള്ളതായിരിക്കണം. ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും, നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് അത് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പറയുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ പറയുമ്പോൾ അത് കൃത്യമായിരിക്കണം. നമ്മൾ ആ പറയുന്ന കാര്യത്തിൽ പൊടിപ്പും തൊന്നലും ചേർത്ത് പറയാനായി ദൈവം അനുവദിച്ചിട്ടില്ല. കാര്യം മനസ്സിലായോ? അപ്പോൾ ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കാര്യമായിരിക്കും, പക്ഷേ ആ ചെറിയ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും എന്ത് വരും? ദൈവത്തിൻ്റെ മുമ്പിൽ അത് തെറ്റ് തന്നെയാണ്. ചെറിയ കാര്യമാണ്, വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നില്ല, പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് തെറ്റാണ്. ഇത് ഒന്നാമത്തെ അർത്ഥം. 2, മറ്റൊരു കോണ്ടെക്സ്റ്റിലോട്ട് കൂടി ഞാനതിനെ പറഞ്ഞു തരാം. ദാവീദിനോട് ശൗലിന് ശത്രുതയുണ്ടായിരുന്നു, അതവിടെ നിൽക്കട്ടെ. എന്നാൽ ശൗലിനോട് ദൈവം പറഞ്ഞൊരു കാര്യം, അമലോക്യൻ്റെ ഓർമ്മയെപ്പോലും ഭൂമിയിൽ വച്ചേക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഒടുവിൽ ശൗലിനെ കൊന്നു എന്ന് പറയുന്ന ഈ 2ാമത്തെ കഥയിൽ ദൈവം എടുത്തു വയ്ക്കുകയാണ്, നിനി നിൻ്റെ ശത്രുവിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചില്ല എങ്കിൽ നിൻ്റെ അന്ത്യം ആരുടെ കൈകൊണ്ടായിരിക്കും? ശത്രുവിൻ്റെ കൈകൊണ്ടായിരിക്കും. അങ്ങനെ ഒരു അർത്ഥം കൂടെ ഇതിനകത്തുണ്ട്. മനസ്സിലായോ? അമലോക്യൻ വന്ന് പറയുന്നത്, ശൗൽ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവനെ കൊന്നു. ഒരു സ്റ്റോറിയാണ്, കഥയാണ് എങ്കിൽ പോലും ദൈവത്തിന് അങ്ങനെ ഒരു മറ്റൊരർത്ഥം കൂടെ പറഞ്ഞു തരാനുണ്ട്. അമലോക്യരെ ശൗൽ പൂർണ്ണമായിട്ട് നശിപ്പിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഒരു അമലോക്യനോട് പറയേണ്ടി വരുമായിരുന്നോ എന്നെ കൊല്ലണമെന്ന്? വരുമായിരുന്നോ? ഇല്ല. അപ്പോൾ ഇന്ന് ശൗലിനോട് ദൈവം പറഞ്ഞു, നീ ഈ ഒരു തെറ്റ് കൊണ്ടാണ് നീ രാജസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ അതേ തെറ്റ് ഒരു അമാലോക്യൻ കാരണം അവൻ മരണം ചോദിച്ച് വാങ്ങി എന്നൊരു കഥ കൂടെ, ഒരർത്ഥം കൂടെ ഇതിനകത്തുണ്ട്. എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തില്ല എങ്കിൽ ആ കാരണം കൊണ്ട് നമുക്ക് എന്ത് വരും? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. മനസ്സിലായോ? ദൈവം ഒരു കാര്യം പൂർണ്ണമായിട്ടും ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അതുപോലെ ചെയ്തിരിക്കണം. നമ്മുടെ ഇഷ്ടം പോലെ അതിൽ മാറ്റാനായിട്ട് നമുക്ക് അനുവാദം ഇല്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഹിതം പോലെ, നമ്മുടെ ഇഷ്ടം പോലെ, നമ്മളുടെ രീതിക്കനുസരിച്ച് പലതും മാറ്റാനായി ശ്രമിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നകാരണമായിട്ട് മാറും. ഇപ്പോൾ സ്വന്തം ഇഷ്ടം പോലെയാണ് ശൗൽ അമലോക്യരെ നശിപ്പിക്കാതിരുന്നത്. അത് ഏറ്റവും ഒടുവിൽ ഒരു അമാലോക്യൻ തന്നെ വന്ന് പറയുകയാണ്, ഞാനാണ് അവനെ കൊന്നതെന്ന് പറഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റും കൂടെ ഒരു അമാലോക്യൻ എടുത്തുകൊണ്ട് പോകേണ്ട ഗതികേട് ഇസ്രായേലിൻ്റെ പരമോന്നത രാജാവായ ശൗലിന് വന്നു എന്ന് പറഞ്ഞാൽ മരണശേഷം പോലും ശൗലിൻ്റെ മരണം ശത്രുവിൻ്റെ കയ്യാൽ എന്ന് എഴുതപ്പെടേണ്ടി വന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. കഴിഞ്ഞ അധ്യായത്തിൽ ശൗൽ എന്തിനാണ് സ്വയം മരിക്കാനായി തയ്യാറായത്? ശത്രുവിനാൽ കൊല്ലപ്പെട്ടു എന്ന് ഇനി ആരും പറയരുത്. അതാണ് ആരുടെ ആഗ്രഹം?
ശൗലിൻ്റെ ആഗ്രഹം. ശൗൽ ആഗ്രഹിച്ചത് എന്നെ വധിച്ചത് ശത്രുവാണ് എന്ന് ആരും പറയരുത് എന്ന് ശൗൽ ആഗ്രഹിച്ചു. പക്ഷേ അടുത്ത അധ്യായത്തിൽ എഴുതി വച്ചത് എങ്ങനെയാണ്? അവനെ കൊന്നതൊരു അമാലോക്യനാണ് എന്ന്. അതിൻ്റെ അർത്ഥം നമ്മുടെ മരണം എങ്ങനെയാണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അത് ആർക്ക് മാത്രമേ ഡിസൈഡ് ചെയ്യാൻ കഴിയുള്ളൂ? ദൈവമാണ് അതുപോലും ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതം ഡിസൈഡ് ചെയ്യുന്നതും ദൈവമാണ്, ജീവൻ ഡിസൈഡ് ചെയ്യുന്നതും ദൈവമാണ്. നമ്മുടെ മരണം പോലും എങ്ങനെയായിരിക്കണമെന്ന് ആര് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്? ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ. സ്വന്തമായിട്ട് വാളിൽ വീണാലും കഥ മാറ്റി എഴുതാൻ വലിയ സമയമൊന്നും വേണ്ട. അതിന് വേണ്ട കുന്തത്തിലും ആക്കാം, അമാലോക്യൻ്റെ തലയിലും കൊണ്ടുവയ്ക്കാം. നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ മരണം പോലും ദൈവത്തിൻ്റെ പദ്ധതി പോലെ മാത്രമേ നടക്കൂ. എങ്കിൽ ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ ജീവിച്ചിരിക്കുമ്പോൾ മാന്യമായിട്ട് ദൈവം പറയുന്നത് പോലെ കേട്ടങ്ങ് ജീവിച്ചാൽ പോരെ? നമ്മുടെ മരണം പോലും ആര് തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെയാകണമെന്ന്? ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവം പറയുന്നത് അനുസരിക്കാൻ നമുക്ക് എന്താണ് പ്രശ്നം? അതാണ് ദൈവം ചോദിക്കുന്നത്. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, ഞാൻ അവരെ നന്മയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ എൻ്റെ ജനത്തിൻ്റെ പ്രശ്നം, കാള തൻ്റെ ഉടയവനെ അറിയുന്നുണ്ട്, കഴുത തൻ്റെ യജമാനനെയും അറിയുന്നുണ്ട്. പക്ഷേ എൻ്റെ ജനം ഞാൻ പറയുന്നത് കേൾക്കാൻ അവർ നിന്ന് തരുന്നില്ല. ഞാൻ പറയുന്നത് അവർ പൂർണ്ണമായിട്ടും അനുസരിക്കുന്നില്ല. ശൗലിനോട് ദൈവം പറയുന്നത് പോലെ, നീ അനുസരിച്ചിരുന്നെങ്കിൽ അതൊരു യാഗത്തെക്കാൾ നല്ലതാകുമായിരുന്നു. അനുസരിക്കുന്നത് യാഗത്തെക്കാൾ, നീ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ അനുസരണയാണ്. ദൈവമക്കളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ദൈവത്തെ അനുസരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നതാണ്. ദൈവത്തെ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ വലിയ കാര്യങ്ങളിൽ, ഉന്നതങ്ങളിൽ ദൈവം ഇരുത്തും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ദൈവത്തോട് പറയണം, ദൈവമേ, നീ പറയുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇത് ചെയ്യണം. നയമാനെ നമുക്കറിയാം. നയമാൻ കുഷ്ഠരോഗം ബാധിച്ച് പ്രവാചകൻ്റെ അരികിലേക്ക് എത്തുമ്പോൾ പ്രവാചകൻ പറയുന്നത് ഒരു ചെറിയ കാര്യം ചെയ്യാനാണ്. എന്തായിരുന്നു ആ കാര്യം? യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക. ദൈവം പറയുന്നത് ചെറിയ കാര്യമായിരിക്കും. ആ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടക്കും. മനസ്സിലായോ? ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടക്കണമെന്നുണ്ട് എങ്കിൽ വലിയ കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല. ദൈവം പറയുന്ന ചെറിയ 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 കാര്യങ്ങളായിരിക്കും. അത് നിങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അപ്പം നമ്മളിപ്പോൾ എത്തിയത് എവിടെയാണ്? ഈ അമലോക്യനെക്കുറിച്ച് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, തൊട്ടപ്പുറത്തെ അധ്യായത്തിൽ എങ്ങനെ മരിച്ചു എന്നൊരു കഥ പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്നാൽ അതിനിടയിൽ മറ്റൊരു കഥ പറയാനായി നമ്മൾ ശ്രമിക്കരുത്. അതായത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കാര്യങ്ങൾ മാറ്റി എഴുതാൻ, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പൊടുപ്പും തൊണ്ടലും വെച്ച് കാര്യങ്ങൾ പറയാനായി ശ്രമിക്കരുത്. അത് നാശഹേതുവാകും. രണ്ടാമത്തെ കാര്യം, ശൗൽ ആഗ്രഹിച്ചത് ഞാൻ ഇങ്ങനെ മരിക്കുമെന്നതാണ്. പക്ഷേ ശൗൽ എങ്ങനെ മരിക്കണമെന്ന് ദൈവം പ്ലാൻ ചെയ്തിരുന്നു. അമലോക്യൻ്റെ വാളിനാൽ കൊല്ലപ്പെടണമെന്നൊരു കാര്യം കൂടെ എഴുതി വയ്ക്കാൻ ദൈവം പദ്ധതി ഇട്ടത് കൊണ്ട് തന്നെയാണ് ഒരു അമാലോക്യൻ അവിടെ കൊണ്ടുവന്നത്. അവനെ പൂർണ്ണമായി നശിപ്പിച്ചിരുന്നു എങ്കിൽ ഈ ഒരു അമാലോക്യൻ്റെ പേര് പോലും ഇവിടെ വരില്ലായിരുന്നു. നമുക്ക് ചില പ്രശ്നങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് ചിലതിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ല എന്നതുകൊണ്ടാണ്. ചില സ്വഭാവങ്ങൾ, ചില രീതികൾ നമ്മൾ പൂർണ്ണമായിട്ടും വിടാത്തത് കൊണ്ടാണ് ചില പ്രശ്നങ്ങൾ ഇപ്പോഴും സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ചില പ്രശ്നങ്ങൾ ചിലത് ഇപ്പോഴും നിലനിൽക്കുന്നതിനുള്ള കാരണം. ഇനി ദാവീദിലേക്ക് മടങ്ങി വരാം. ദാവീദ് അവനെ വധിച്ചു. എന്നിട്ട് ദാവീദ് ഒരു വിലാപഗീതം പാടുകയാണ്. ആരെക്കുറിച്ചാണ് ഈ വിലാപഗാഥം പാടുന്നത്? ശൗലിനെക്കുറിച്ചും ശൗലിൻ്റെ കൂടെയുള്ള മക്കൾ മരിച്ചുപോയി അവരെക്കുറിച്ചെല്ലാം പാടുകയാണ്. 21-ാമത്തെ വാക്യം അതുമുതൽ ഇങ്ങോട്ട് വായിച്ചാൽ നമുക്കറിയാം. ഗിൽബോവ പർവ്വതമേ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും വഴിപാട് നിലങ്ങളില്ലാതെയും പോകട്ടെ. അതിൻ്റെ അർത്ഥം, ആ കാലത്ത് ആ ദേശത്ത് നല്ല വിളവ് കിട്ടണമെന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ഒരു സീസണിൽ മഴയും വേണം, രണ്ടാമത്തെ സീസണിൽ മഞ്ഞും വേണം. അവിടെ നിന്ന് ദാവീദ് ആ പർവ്വതത്തെ ശപിക്കുകയാണ്. ആ പർവ്വതത്തിൽ ഇന്നുവരെയും കൃഷി ഇറക്കാനായിട്ട് അവർക്കിതുവരെയും സാധിച്ചിട്ടില്ല. ചരിത്രം ഇന്നും അതിന് സാക്ഷിയാണ്. രണ്ടാമത് പറയുന്നു, അവിടെ വഴിപാട് നിലങ്ങൾ ഇല്ലാതെ പോകട്ടെ. വഴിപാട് നിലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗിൽബോവ പർവ്വതത്തിൻ്റെ താഴ്വര എന്ന് പറഞ്ഞാൽ അതീവ ഫലഭൂയിഷ്ടി നിറഞ്ഞ ഒരു സ്ഥലമെന്നാണ് പറയുന്നത്.
അവിടെ ഈ വഴിപാട് നിലങ്ങൾ എന്ന് അവരുടെ ഈ നിലങ്ങളുണ്ടല്ലോ, ആ നിലങ്ങളിൽ ദൈവത്തിന് വേണ്ടി നേർന്ന് അവർ വയലുകൾ ഇട്ടിരിക്കും. അതിലുള്ളത് ആർക്ക് കൊടുക്കും? ദൈവസന്നിധിയിൽ കൊണ്ടുപോകും. കാരണം ഏറ്റവും നല്ല ക്രോപ്സ് അവിടെ നിന്ന് കിട്ടും. ഏറ്റവും നല്ല ധാന്യവർഗ്ഗങ്ങൾ വിളയിച്ചെടുക്കാനായിട്ട് കഴിയുന്ന വഴിപാട് നിലങ്ങൾ ഇസ്രായേൽ ജനങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലമാണ് ഗിൽബോവ പർവ്വതത്തിൻ്റെ താഴ്വര. അതുകൊണ്ട് പറയുന്നു, അതിന് പോലും നിങ്ങളുടെ വയലുകൾ ഇനി ഫലം തരത്തില്ല എന്ന് പറഞ്ഞ് ആ വയലുകളെ ശപിച്ചു. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ തൻ്റെ സ്നേഹിതനായ യോനാഥാനെക്കുറിച്ച് അദ്ദേഹം കരയുകയാണ്. യോനാഥാനെക്കുറിച്ച് പറയുന്നത് 26-ാമത്തെ വാക്യത്തിൽ, നീ എനിക്ക് അതിവത്സലനായിരുന്നു. അതായത് ഞങ്ങൾ തമ്മിൽ നല്ല വാത്സല്യം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിന്ന് എൻ്റെ ദുഃഖം അടക്കാനായിട്ട് കഴിയുന്നില്ല. നിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്നോടുള്ള സ്നേഹം. ആ ഒരു വേദന അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ഇതിലെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നമ്മളെ ശത്രുക്കളായി കാണുന്നവർ, അവർക്കൊരു വേദന വരുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കാനായി പാടില്ല കേട്ടോ. ശത്രുവിനൊരു വീഴ്ച വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? സന്തോഷിക്കരുത്. സന്തോഷിച്ചാൽ എന്ത് ചെയ്യും? ശത്രുവിനെ പോലെ നമ്മൾ താഴോട്ട് പോകും. പക്ഷേ ശത്രുവിൻ്റെ സങ്കടത്തിൽ നീ ആ വേദന ഏറ്റെടുത്ത് അവനോടുകൂടെ കരഞ്ഞാൽ, കർത്താവ് പറയുകയാണ്, കരയുന്നവരോടുകൂടെ എന്ത് ചെയ്യണം? കരയണം. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കണം. കരയുന്നവരോടുകൂടെ നിനക്ക് കരയാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കും. അടുത്ത അധ്യായം കഴിയുമ്പോൾ മറ്റ് ഗോത്രങ്ങളിൽപ്പെട്ടവർ ദാവീദിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവാകണമെന്ന് അവനോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവം വച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിബന്ധനയുണ്ട്. ബൈബിളിൽ ഒരു അനുഗ്രഹം വയ്ക്കുമ്പോൾ അനുഗ്രഹത്തിന് അനുഗ്രഹം കിട്ടണമെന്നുണ്ട് എങ്കിൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഒരു കാര്യം ചെയ്യണം കേട്ടോ. അല്ലാതെ വെറുതെ എന്ത് ചെയ്യില്ല? അനുഗ്രഹം കിട്ടില്ല. ഒരു അനുഗ്രഹം കിട്ടണമെന്നുണ്ട് എങ്കിൽ ദൈവം പറയും ഒരു കാര്യം ചെയ്യണം. അതുപോലെ നീ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നുണ്ട്, നീ നിൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞിട്ടുണ്ടോ അത്? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അപ്പം നിങ്ങൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ശത്രുക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? നശിച്ചു പോകാനായി പ്രാർത്ഥിക്കരുത്. അവരെന്ത് ചെയ്യാൻ പ്രാർത്ഥിക്കണം? അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ദാവീദിനോട് ശത്രുത കാണിച്ച ശൗലും ആ കുടുംബം മരിച്ചുപോയി. അവരുടെ ജീവിതത്തെ ഓർത്ത് നല്ല രീതിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അത് കഴിയുമ്പോൾ ആരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു? ശൗലിൻ്റെ ജീവിതം മരിച്ചുപോയി, ശൗൽ തകർന്നുപോയി, ദാവീദിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നില്ല എങ്കിൽ അതിനൊരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ആരെയൊക്കെയാണ് നമ്മൾ ശത്രുപക്ഷത്ത് കാണുന്നത്, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാത്തത് ഒരു കാരണമാണ്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതാണ്. കർത്താവ് നിങ്ങളുടെ ശത്രുക്കളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാണ്? അതിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടും.